ഇന്ന് പല ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നെഞ്ചരിച്ചിൽ എന്നുള്ളത്. എന്താണ് നെഞ്ചരിച്ചിൽ? എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? എപ്പോഴാണ് ഇത് പേടിക്കേണ്ടത്? ഇത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. GERD ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിന് കാരണമായിട്ടാണ് ഈ നെഞ്ചരിച്ചിൽ സാധാരണയായി കണ്ടുവരുന്നത്. ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം നെഞ്ചിൽ ഒരു പുകച്ചിൽ അനുഭവപ്പെടുക, അതുപോലെ തന്നെ വയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വേദന അനുഭവപ്പെടുക, എന്തെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥത അനുഭവപ്പെടുക, കുളിച്ചു തികട്ടുക, അതുപോലെ തന്നെ തൊണ്ടയിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവുക, ചില ആളുകൾക്ക് വരണ്ട ചുമ ഉണ്ടാവാം. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്ന സമയത്ത്, കിടക്കുന്ന സമയത്തൊക്കെ വരണ്ട ചുമ അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഓക്കാനം, ഛർദി, ശബ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസം, ഇതെല്ലാം GERDയുടെ ലക്ഷണങ്ങളായിട്ട് കാണുന്നുണ്ട്. ഇനി ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണം വളരെ മിതമായ അളവിൽ കഴിക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറക്കുക. അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സുകൾ, ലെമൺ പോലുള്ള, ഓറഞ്ച് പോലുള്ള ഫ്രൂട്ട്സുകൾ ഈ ഒരു സമയത്ത് ഇത് കൂടുതലായിട്ടുള്ള ആളുകൾ ഇത് കൺട്രോൾ ചെയ്യുന്നത് നന്നാവും. മദ്യപാനം, അതുപോലെ തന്നെ ചായ, കോഫി ഇതെല്ലാം അമിതമായിട്ട് കുടിക്കുക, ഇതെല്ലാം ഈ ഒരു പ്രശ്നം അധികമാവാൻ ഇടയാകുന്ന ശീലങ്ങളാണ്. അതുപോലെ തന്നെ ശരീരഭാരം നിയന്ത്രിക്കുക. പുകവലി ശീലമുള്ള ആളുകൾ പുകവലി നിർബന്ധമായിട്ടും ഒഴിവാക്കുക. കിടക്കുന്ന സമയത്ത് തലയുടെയും നെഞ്ചിൻ്റെയും ഒക്കെ ഭാഗം കുറച്ച് ഉയർത്തിക്കൊണ്ട് കിടക്കാൻ വേണ്ടി ശ്രമിക്കുക. ടെൻഷനും മാനസിക സമ്മർദ്ദവും അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി ടെൻഷൻ കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല രീതിയിൽ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. സ്ഥിരമായി വ്യായാമം ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഈ ഒരു നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഈ നെഞ്ചരിച്ചിൽ നമ്മൾ വളരെ സാധാരണയായി കാണുന്ന ഒരു അസുഖമാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഹാർട്ട് അറ്റാക്ക് പോലുള്ള മാരകമായ പ്രശ്നങ്ങളുടെ ഒരു ലക്ഷണമായിട്ടും ഈ നെഞ്ചരിച്ചിൽ വരാറുണ്ട്. അതുകൊണ്ട് എല്ലാ നെഞ്ചരിച്ചിലും നമ്മൾ നിസ്സാരമായി കാണരുത്. എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ, തുടർച്ചയായി വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അസഹ്യമായ രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുന്നത് നന്നാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പുതിയൊരു വിഷയം വീണ്ടും കാണാം.